എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പപ്പായ വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് മത്തങ്ങ എരിശ്ശേരിയൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട്. സദ്യക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വിഭവമാണ് മത്തങ്ങ എരിശ്ശേരി. അതുപോലെ തന്നെ അതിനെക്കാട്ടിയും ടേസ്റ്റാണ് പപ്പായ വെച്ചിട്ട്. ഇത് നമ്മൾ കുറച്ചൊന്ന് പഴുക്കാൻ തുടങ്ങിയ ഒരു പപ്പായ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വൻപയർ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ 1/4 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പം നല്ലതുപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കുക്കറിൽ അടിച്ച് വേവിക്കാനായിട്ട് എളുപ്പമുണ്ട്. പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. ഇത് പപ്പായ ചെറുതായിട്ടൊന്ന് പഴുത്ത് തുടങ്ങിയ പപ്പായയാണ്. എരിശ്ശേരി വെക്കാൻ എപ്പോഴും നല്ല റൈപ്പായിട്ടുള്ള മത്തങ്ങയാണെങ്കിലും നല്ലതുപോലെ മൂത്ത ഒരു പഴുത്ത മത്തങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പപ്പായയും ചെറുതായിട്ടൊന്ന് പഴുക്കാൻ തുടങ്ങിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയും വൻപയർ നല്ലതുപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ടു. എന്നിട്ട് അത് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതായത് ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും. അപ്പോഴത്തേക്കും പയർ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പപ്പായ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അത് കഴുകി ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചെറുതായിട്ട് പഴുത്തു തുടങ്ങിയ പപ്പായ എന്ന്. അതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ. ഇനിയും ഇതിനുള്ള അരപ്പ് തയ്യാറാക്കി വയ്ക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയത്, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ഇട്ട് നല്ലതുപോലെ അരയ്ക്കുക. ഒരു തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. ദേ നമ്മുടെ വൻപയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റുകയാണ്. കണ്ടോ, കുക്കറിൽ വേവിച്ചു. കാരണം അത് സമയം ലാഭിക്കാനും നമുക്ക് ഗ്യാസ് കുറച്ച് ഉപയോഗിച്ചാൽ മതി, സമയവും ലാഭിക്കാം. അപ്പോൾ അത് കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ മൺചട്ടിയിലേക്ക് പകർത്തി. എന്നിട്ട് നമ്മുടെ പപ്പായ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്, അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ അങ്ങ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പ് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വെന്ത് കഴിയുമ്പോൾ ഇട്ടാലും മതി. ഞാൻ പക്ഷേ ഇത് കുറച്ച് മുളക് പൊടി ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ശരിക്കും ഫുൾ വെന്തിട്ടില്ല, എന്നാലും ഒരു പകുതിയിലധികം വേവുമായിട്ടുണ്ട്. ഇനിയും വീണ്ടും നമ്മൾ അത് അടച്ചു വെച്ചു. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് അത് നല്ലതുപോലെ ഇതായി കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അരപ്പ് എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. നമ്മൾ സാധാരണ എരിശ്ശേരിക്കൊക്കെ തരിതരിപ്പായിട്ട് അരയ്ക്കാറുള്ളൂ, വെണ്ണ പോലൊന്നും അരയ്ക്കാറില്ല. അപ്പോൾ ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൽ തേങ്ങയും ജീരകവും മാത്രമേ നമ്മൾ അരച്ചിട്ടുള്ളൂ. ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല. പപ്പായ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ അരപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അത് ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരല്പം ജീരകം, അതായത് ഒരു 1/4 ടീസ്പൂൺ കഷ്ടിയുള്ളൂ, അതിട്ട് കൊടുത്തു. അതിനുശേഷം തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ നിറമാകുന്നവരെ അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയാണ്. എന്നിട്ട് അതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, പപ്പായ എരിശ്ശേരി റെഡി.
നമ്മുടെ പപ്പായ എരിശ്ശേരി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇനി ഒരു മൂടി വെച്ച് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. പപ്പായ എരിശ്ശേരി നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.